വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടർ സമരം അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി തൽസ്ഥിതി റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചു. ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ലെന്നും ആരോഗ്യ പ്രവർത്തകർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ദേശീയ കർമ്മസമിതി കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്തായാലും ഇപ്പോൾ ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് പറഞ്ഞ ഒരു കാര്യം, പൊതുജന ആരോഗ്യം കണക്കിലെടുത്ത് ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കണം, അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തന്നെയല്ലേ? രജനി, ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കണം, അത് പൊതുജന താല്പര്യം അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധം നടത്തുന്ന സമരക്കാർ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും കോടതി കഴിഞ്ഞ ദിവസം നിയോഗിച്ച ദേശീയ കർമ്മസമിതി പരിഹരിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ കോടതി ഈ ഡോക്ടർമാർക്ക് നൽകുന്നത്, പ്രതിഷേധം നടത്തുന്നവർക്ക് നൽകുന്നത്. അതിനാൽ എത്രയും വേഗം പൊതുജന താല്പര്യം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർമാർ ഈ സമരം അവസാനിപ്പിക്കണമെന്നതാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. അതോടൊപ്പം CBIയും കൊൽക്കത്ത പോലീസും നൽകിയിട്ടുള്ള റിപ്പോർട്ട് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. CBI ഈ ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനം സംസ്ഥാന പോലീസിനെതിരെ ഉന്നയിക്കുന്നു, സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. CBI ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള കാലതാമസമാണ് CBI ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ച ശേഷം മാത്രമാണ് FIR ഇടാൻ കൊൽക്കത്ത പോലീസ് തയ്യാറായത് എന്ന് CBI ഈ കോടതിയിൽ ധരിപ്പിച്ചു. ഇതേ കാര്യം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലും ഇതേ കാര്യം തന്നെ കോടതിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് FIR ഇടാൻ ഉണ്ടായിട്ടുള്ള കാലതാമസം, അതോടൊപ്പം ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടേത് ആത്മഹത്യയാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയതും സംസ്ഥാന സർക്കാരും ഈ കോളേജ് അധികൃതരുമാണ് എന്നാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറലും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും ബംഗാൾ സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നു. ഒപ്പം CBIയുടെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ CBIയുടെ അഭിഭാഷകനും ചൂണ്ടിക്കാണിക്കുന്നത് ഈ FIR ഇടാൻ ഉൾപ്പെടെ കാലതാമസം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് എന്നാണ് ഇപ്പോൾ CBIയും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ വാദിക്കുന്നത്. രജനി, ശരി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടർ സമരം അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി തൽസ്ഥിതി റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലും അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നടപടികൾ നമുക്കറിയാൻ കഴിയും. ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ല എന്നും ആരോഗ്യ പ്രവർത്തകർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ദേശീയ കർമ്മസമിതി കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കുകയുണ്ടായി. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.